ഇഴക്കാട് ശാന്തിസേന വായനശാല മലബാർ സൗഹൃദവേദിയുടെ പ്രതിഭാ പുരസ്കാരം നേടിയ വി.എ. രാജൻ ഇഴക്കാടിനെ ആദരിച്ചു. സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ആദരണ സമ്മേളനം എ. പ്രഭാകരൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പല സൗഹൃദവേദികളും ഇതുപോലെ ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയ അദ്ദേഹത്തിന് തീർച്ചയായും ഒരുപാട് അനുമോദനങ്ങൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിത്വം ഈ പ്രദേശത്ത് ജനിച്ചു വളർന്നു. തീർച്ചയായും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഭക്ഷണം. വായനശാല പ്രസിഡന്റ് വി.പി. ഷീന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം വി.കെ. ജയപ്രകാശ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശോഭന, സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ ബിജുമോൻ പന്തിരിക്കുലം, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.സി. ലക്ഷ്മിക്കുട്ടി, ശുകപുരം രാധാകൃഷ്ണൻ, ഗോപൻ എഴക്കാട്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി. ജയപ്രകാശ്, വി.എ. രാജൻ എഴക്കാട്, വായനശാല സെക്രട്ടറി ശങ്കരനാരായണൻ, അജിത് എഴക്കാട് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പത്രികാ സമർപ്പണം മാർച്ച് 23 വരെയും സൂക്ഷ്മ പരിശോധന മാർച്ച് 24-നും നടക്കും. മാർച്ച് 26 വരെ പത്രിക പിൻവലിക്കാം. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ 8 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്ന ബംഗാളിൽ ഇത്തവണ 2 ഘട്ടങ്ങളിലായിരിക്കും വോട്ടെടുപ്പ്. ഒന്നാം ഘട്ടം ഏപ്രിൽ 23-നും 2ാം ഘട്ടം ഏപ്രിൽ 29-നും നടക്കും. അസമിലും പുതുച്ചേരിയിലും ഏപ്രിൽ 9-ന് ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കും. മെയ് 4-ന് വോട്ടെണ്ണും. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-ന് ഒറ്റത്തവണയായാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 4-ന് വോട്ടെണ്ണും. 5 സംസ്ഥാനങ്ങളിലെ ആകെ 824 മണ്ഡലങ്ങളിൽ നിന്ന് 17.4 കോടി വോട്ടർമാർ ഇത്തവണ വിധിയെഴുതും. 2.19 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. ഇതിൽ കേരളത്തിൽ 30,471 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. കേരളത്തിൽ 2.70 കോടി വോട്ടർമാർ വിധിയെഴുതും. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഒരുക്കും. മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കാൻ പ്രത്യേക സൗകര്യമുണ്ടാകും. EVM വോട്ടെണ്ണലിന് മുൻപ് ബാലറ്റുകൾ 2 തവണ എണ്ണും. BLOമാരുടെ ഉൾപ്പെടെ പ്രതിഫലം വർദ്ധിപ്പിച്ചു. തീയതി പ്രഖ്യാപിച്ചതോടെ എല്ലാ സംസ്ഥാനങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നു. വിജ്ഞാപനം, സ്ഥാനാർത്ഥികൾക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, വോട്ടെടുപ്പ്, തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നിവയ്ക്കുള്ള തീയതികൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു, ഡോക്ടർ വിവേക് ജോഷി എന്നിവരടങ്ങുന്ന കമ്മീഷൻ പാനൽ പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് CCN. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ തുടരും. മണ്ണാർക്കാട് മൻസിൽ അബൂബക്കർ സ്ഥാനാർത്ഥിയാകും. പട്ടാമ്പി സഖാവ് മുഹമ്മദ് മുഹസിൻ, മണ്ണാർക്കാട് സഖാവ് മൻസിൽ അബൂബക്കർ, തൃശൂർ സഖാവ് ആലക്കോട് ലീലാകൃഷ്ണൻ, ഒല്ലൂർ അഡ്വക്കേറ്റ് സഖാവ് രാജൻ, നാട്ടിക സഖാവ് ഗീത ഗോപി, കയ്പമംഗലം സഖാവ് KK വത്സരാജ്, കൊടുങ്ങല്ലൂർ സഖാവ് VR സുനിൽകുമാർ. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPI. മത്സരിക്കുന്ന 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് CPI പ്രഖ്യാപിച്ചത്. 2 ടേം വ്യവസ്ഥയിൽ മന്ത്രി K. രാജന് ഇളവ് നൽകി. മറ്റു 3 മന്ത്രിമാരും നിലവിലെ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ തുടരും. മണ്ണാർക്കാട് മൻസിൽ അബൂബക്കർ സ്ഥാനാർത്ഥിയാകും. LDF സജ്ജമാണ്. മാത്രമല്ല ക്യാമ്പയിൻ തീയതി സമയം കുറയുമ്പോൾ LDFന് ഒരു വലിയ ആശ്വാസമുണ്ട്. പ്രധാനമായിട്ടും പണമില്ലായ്മ നമ്മുടെ പ്രശ്നമാണ്. വാരിക്കോലി എറിയാൻ പണമില്ല LDFന്. ഞങ്ങൾക്കായി ആരും ചീത്തപ്പണം കരുതി വയ്ക്കുന്നുമില്ല. അതുകൊണ്ട് എത്രയും ചുരുങ്ങിയ ദിവസം പണം ചെലവഴിച്ചാൽ മതിയോ അത്രയും സന്തോഷമുണ്ടാകും ഞങ്ങൾക്ക് LDFക്കാർക്ക്. രണ്ടാമത്തേത് കഠിനമായ ചൂടാണ്. ഈ ചൂടത്ത് വേണം LDF പ്രവർത്തകന്മാരും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാരും ക്യാമ്പയിനിലേക്ക് ഇറക്കത്തിരിക്കാനും വീടുപടാന്തരം പോകാനും വോട്ടർമാരെ കാണാനുമല്ല. അതുകൊണ്ട് ഇത്രയും കൊടിയ ചൂട് സഹിച്ചുകൊണ്ട് എത്രയും ചുരുക്കം ദിവസം അവർക്ക് പ്രയാസപ്പെട്ടാൽ മതിയാകും എന്നൊരു അനുകൂല കാര്യവും ഞങ്ങൾ കാണുന്നു. ന്യൂസ് ഡെസ്ക് CCN. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 11 മന്ത്രിമാരും
54 സിറ്റിംഗ് MLA-മാരും പട്ടികയിലുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പെരിന്തൽമണ്ണ സഖാവ് VP മുഹമ്മദ് ഹനീഫ, മങ്കട സഖാവ് MP അരവി, തൃത്താല സഖാവ് MP രാജേഷ്, തരൂർ സഖാവ് PP സുമോദ്, ആലത്തൂർ സഖാവ് TM ശശി, നെന്മാറ സഖാവ് K പ്രേമൻ, ഷൊർണൂർ സഖാവ് P മമ്മിക്കുട്ടി, ഒറ്റപ്പാലം സഖാവ് K പ്രേംകുമാർ, കോങ്ങാട് അഡ്വക്കേറ്റ് K ശാന്തകുമാരി, മലമ്പുഴ സഖാവ് A പ്രഭാകർ, കുന്നംകുളം സഖാവ് AC മൊയ്തീൻ, ചേലക്കര സഖാവ് UR പ്രദീപ്, മണലൂർ പ്രൊഫസർ C രവീന്ദ്രനാഥ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 11 മന്ത്രിമാരും 54 സിറ്റിംഗ് MLA-മാരും പട്ടികയിലുണ്ട്. പൊളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 3 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സ്ഥാനാർത്ഥികളാണ്. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉൾപ്പെടെ ജനവിധി തേടുന്നുണ്ട്. സ്ഥാനാർത്ഥികളിൽ 9 പേർ വനിതകളാണ്. പിണറായി വിജയനാണ് മത്സരിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗം. KK ശൈലജ, KN ബാലഗോപാൽ, P രാജീവ്, TP രാമകൃഷ്ണൻ എന്നീ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും PA മുഹമ്മദ് റിയാസ്, VN വാസവൻ, സജി ചെറിയാൻ, KK ജയചന്ദ്രൻ എന്നീ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ് മത്സരിക്കുന്നത്. ഒറ്റപ്പാലത്ത് സിറ്റിംഗ് MLA K പ്രേംകുമാറും ഷൊർണൂരിൽ P മമ്മിക്കുട്ടിയും വീണ്ടും ജനവിധി തേടും. അതൊന്നും ഞാനിപ്പോൾ ഓരോന്നോരോന്നും പറയണ്ടില്ല, അതിൻ്റെ ഓരോ കാരണങ്ങളെ പറ്റിയല്ലല്ലോ. ഏതായാലും ഇപ്പോഴും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. അതെ അതെ, അത് തന്നെ അത് ഒഴിച്ചിട്ടുള്ളത്. അതിനെന്തെങ്കിലും കുഴപ്പം? 5 ഒഴിച്ചിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഞങ്ങൾ ഉറപ്പായിട്ട് തീരുമാനിച്ച സ്വതന്ത്രന്മാരുടെ പറ്റി പറഞ്ഞത്. ഇനി സ്വതന്ത്രന്മാരായിട്ട് തന്നെ മത്സരിക്കുന്ന ചിലരെ തീരുമാനിക്കേണ്ടിയുണ്ട്. അത് തീരുമാനിച്ചിട്ട് പറയാം. 2 ദിവസം മാക്സിമം 2 ദിവസം. ഇനി സമയമില്ലല്ലോ. CCN ചെർപ്പുളശ്ശേരി. വായനയും എഴുത്തും ജീവിതചര്യയാക്കിയ എഴുത്തുകാരൻ ദിനേശൻ എഴുവന്തലയ്ക്ക് തിരുവനന്തപുരം സാംസ്കാരിക കാവ്യവേദിയുടെ പൊൻകുന്നം വർക്കി സ്മാരക കഥാപുരസ്കാര നേട്ടം. ആദമും ഐഷുവും എന്ന ചെറുകഥയാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. പുസ്തകങ്ങൾ ശ്വസിക്കുന്ന ഒരു വീട്, അക്ഷരങ്ങൾ കൂട്ടുകൂടുന്ന ഒരിടം. സ്വന്തം വീട്ടിൽ പുസ്തകങ്ങളുടെ വലിയൊരു ലോകം തീർത്ത എഴുത്തുകാരൻ ദിനേശൻ എഴുവന്തലയ്ക്ക് ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. താൻ സ്നേഹിച്ച അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ലഭിച്ച ഈ പുരസ്കാരം അദ്ദേഹത്തിന്റെ സാഹിത്യ സപര്യയ്ക്കുള്ള ഊർജവും വെളിച്ചവുമാണ്. 2024 കാക്കനാടൻ പുരസ്കാരവും 2026 കൈരളി ഗ്രന്ഥശാല പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 100 കണക്കിന് പുസ്തകങ്ങൾ അണിനിരക്കുന്ന തന്റെ സ്വന്തം ലൈബ്രറിയിലിരുന്ന് അദ്ദേഹം നെയ്തെടുത്ത ഓരോ വരിയും വായനക്കാർ നെഞ്ചേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം സാംസ്കാരിക കാവ്യവേദിയുടെ ഈ വർഷത്തെ പൊൻകുന്നം വർക്കി അവാർഡ് എൻ്റെ ആദമും ഐഷുവും എന്നുള്ള കഥയ്ക്കാണ് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട് ഇത്തരമൊരു പുരസ്കാരം ലഭിച്ചതിന്. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എഴുത്തിന് പ്രചോദനമാവുന്നതാണ് ഇത്തരം പുരസ്കാരങ്ങൾ. എനിക്ക് മുമ്പ് തിരുവനന്തപുരത്തിൻ്റെ നവഭാവന ട്രസ്റ്റിൻ്റെ കാക്കനാടൻ പുരസ്കാരവും ലഭിക്കേണ്ടായിരുന്നു. അന്നെൻ്റെ വേവ് എന്ന കഥയ്ക്കാണ് കിട്ടിയത്. ചെറുകഥ ഞാൻ ആദ്യം കവിതകളാണ് എഴുതി തുടങ്ങിയത്. പിന്നീട് ആണ് ഞാൻ ചെറുകഥയിലേക്ക് മാറിയത്. കവിതകൾ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്, കഥകളും. അങ്ങനെ എഴുതിയ ഒരു റോബോട്ടുകളുടെ ഓണവുമായി ബന്ധപ്പെട്ട് ആദ്യകാലത്തെ ആദമും അറിയാലോ, ഐഷുവൊക്കെ ഉള്ള ആ ഐഷു എന്ന് പറയുന്ന ഒരു റോബോട്ട് അവരുടെ ഒരു കഥയാണ് ഞാൻ എൻ്റെ പുരസ്കാരത്തിന് വേണ്ടി അർഹമായിട്ടുള്ളത്. അക്ഷരങ്ങളോടുള്ള ഈ തീരാത്ത പ്രണയത്തിന് ലഭിച്ച ഈ വലിയ അംഗീകാരത്തിൽ ഭാര്യ ദീപ്തി, മക്കൾ ദേവനന്ദ, ദേവനയന, ദേവമിത എന്നിവരടങ്ങിയ കുടുംബം സന്തോഷം പങ്കിടുന്നു. കൂടുതൽ എഴുത്തിലേക്ക് എനിക്ക് അച്ഛനും അമ്മയും ഉള്ള കാലത്ത് തന്നെ അവരെ എൻ്റെ എഴുത്തിനെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ ആദ്യ വായനക്കാരി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ ദീപ്തിയാണ്. ഞാൻ എഴുതുന്ന എഴുത്തുകൾ ആദ്യം കാണിക്കുക ഭാര്യയാണ്. ഒരു നല്ല വിമർശക കൂടിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തും. എൻ്റെ മൂത്ത മോള് ദേവനന്ദ, അവളും വായനയിൽ എനിക്ക് എൻ്റെ കൃതികളെ നന്നായി വിമർശിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിരൂപിക്കുന്ന ഒരു ആളാണ്. മക്കൾ 3 പെൺകുട്ടികളാണ്, ദേവനന്ദ, ദേവനയന, ദേവനന്ദിത.
എഴുവന്തല ചേലക്കാട്ടുതൊടി വടക്കേക്കര രാമകൃഷ്ണൻ ദേവയാനി ദമ്പതികളുടെ ഇളയ മകനായ ദിനേശൻ എഴുവന്തലയെ ചെറുപ്പത്തിൽ കഥാലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത് ജ്യേഷ്ഠ സഹോദരി ജ്യോതിയാണ്. ഗീത, രാജേഷ് എന്നീ സഹോദരങ്ങളും പുസ്തകങ്ങൾ കൊണ്ടുവന്നു കൊടുത്ത് വായനയ്ക്ക് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. ഉൽക്കല്ലൂർ AUP സ്കൂൾ, അവണൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂൾ, പട്ടാമ്പി ശ്രീ നീലകണ്ഠ സംസ്കൃത കോളേജ്, അരീക്കോട് KMSDE തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വളർന്നുവന്ന ദിനേശൻ എഴുവന്തല മലയാളത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപകനായി ജോലി ചെയ്ത് വരുന്നു. ഞാൻ കൊപ്പം ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ചെറുപ്രായത്തിൽ തന്നെ എഴുത്തും വായനയിലൂടെയാണ് തുടങ്ങിയത്. എൻ്റെ അടുത്തുള്ള എഴുവന്തല വായനശാലയിലാണ് ആദ്യകാലങ്ങളിൽ പുസ്തകങ്ങൾ, അവിടുത്തെ ഒരുവിധം പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലൂടെ ആണ് എഴുത്തിലേക്ക് ഞാൻ എത്തുന്നത്. പിന്നീട് എന്നെ പഠിപ്പിച്ച മലയാളം അധ്യാപകരെ, പ്രത്യേകിച്ച് കുമുദൻ ടീച്ചർ, ഇന്ദിര ടീച്ചർ, കമലാക്ഷി ടീച്ചർ, അങ്ങനെയുള്ള അവരുടെയൊക്കെ ഒരു മലയാളം പകർന്നതിലൂടെ എനിക്ക് മലയാളത്തിനോടൊരു താല്പര്യം ഉണ്ടാവുകയും ഞാൻ BA മലയാളവും MA മലയാളവും ചെയ്യുകയാണ് ഉണ്ടായത്. മലയാളത്തിനോടുള്ളൊരു താല്പര്യം എൻ്റെ അധ്യാപകരിലാണ് എന്നിൽ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നതും പിന്നീട് എഴുത്ത് ഇപ്പോൾ മലയാളം അധ്യാപകനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ എഴുതാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് കിട്ടിയ ഈ അവാർഡ് ഏറെ സന്തോഷകരമാണ്. ഞാൻ മലബാർ സൗഹൃദവേദിയുടെ സെക്രട്ടറി കൂടിയാണ്. ആകാശവാണി തൃശൂർ നിലയത്തിൽ കാഷ്വൽ അനൗൺസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. വേവ്, ആട്ടിൻകുട്ടിക്കും പച്ചിലയ്ക്കും ഇടയിൽ, ഹൈബ് സ്ട്രീറ്റ്, ലിയയുടെ സിനാപ്സുകൾ തുടങ്ങി 20ഓളം ചെറുകഥകളും കഴായ, കൈപ്പയ്ക്ക, തട്ടിൻപുറം, വെള്ളരിമല, കോരൻ തുടങ്ങി 30ഓളം കവിതകളും ആ തൂലികത്തുമ്പിൽ പിറന്നിട്ടുണ്ട്. കതിരുകാണാ കിളികൾ എന്ന ഹ്രസ്വചിത്രവും ശ്രീമോക്ഷത്തപ്പൻ, കളിമുറ്റത്തേക്ക്, അമ്മയെ ഒരു നോക്കു കാണാൻ, പരിയാനംപറ്റമ്മ എന്നീ ആൽബങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. പുരസ്കാര നേട്ടത്തിലുള്ള സന്തോഷം മലബാർ സൗഹൃദവേദി കോർഡിനേറ്റർ രാധാകൃഷ്ണൻ കളത്തൊടിയും പങ്കുവച്ചു. പൊൻകുന്നം മർക്കി അവാർഡ് നേടിയ, കഥാ പുരസ്കാരം നേടിയ ശ്രീ ദിനേശൻ എഴുവന്തല, അദ്ദേഹം നമ്മുടെ സമകാലിക സാഹിത്യരംഗത്ത് ഏറെ പ്രശസ്തിയിലേക്കെത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ കഥകളും കവിതകളും ഒരു സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് നമ്മുടെ നാടിൻ്റെയും വള്ളുവനാടിൻ്റെയും ചരിത്രത്തെയും അതിൻ്റെ നിലനിൽപ്പിനെയുമെല്ലാം ഏറെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം മലബാർ സൗഹൃദവേദിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ഉന്നതിയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളെല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. CCN ചെറുപ്പുളശ്ശേരി. സ്ഥാനാർത്ഥി പ്രഖ്യാപനമായതോടെ ഷൊർണൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. ചെറുപ്പുളശ്ശേരി AKG മന്ദിരം പരിസരത്ത് നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്.
CCN ചെർപ്പുളശ്ശേരി. നാടിന്റെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് തൂതയിലെ പുതിയ സമാന്തര പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പി മമ്മിക്കുട്ടി MLA നാടമുറിച്ച് പാലം ജനങ്ങൾക്കായി സമർപ്പിച്ചു. ആഘോഷപൂർവമായ ജനകീയ ഉദ്ഘാടനമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി KSTP ലോകബാങ്കിന്റെ ധനസഹായത്തോടെയാണ് മുണ്ടൂർ തൂത സംസ്ഥാന പാത 4 വരിയായി നവീകരിച്ചത്. തൂതയിലെ പുതിയ സമാന്തര പാലം നിർമ്മാണം ഉൾപ്പെടെ ഏകദേശം 323 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചിലവഴിച്ചത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ തൂത പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിന്റെ ഭാഗമായി അത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്താനാണ് ഞങ്ങൾ ഇവിടെ റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്തത്. അതല്ലെങ്കിൽ പറയും അത് ഇനി ഉദ്ഘാടനത്തിന് കാത്തിക്കാണ്, എന്നിട്ട് വണ്ടി അതിനെ പോകണ്ടെന്ന് പറയും ചിലർ. അങ്ങനെ ഉദ്ഘാടനത്തിനൊന്നും കാത്തിക്കേണ്ട കാര്യമില്ല. അതിന് പണി കഴിഞ്ഞാൽ എപ്പോഴാച്ചാൽ വണ്ടി പോകും. അല്ല ചിലർ അങ്ങനെ പറയും, അതൊക്കെ ദിവസം വന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞാൻ അതിനെ വണ്ടി വിടുന്ന ചില ആളുകൾ. അല്ല, ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച വണ്ടി വിടാനുള്ള ഏർപ്പാടുണ്ട്. അതിനിടയ്ക്ക് ചില സംശയങ്ങൾ ചില ആളുകൾ പഴയ റോഡ് എന്ത് ചെയ്യുന്ന, പഴയ റോഡ് ആരും എടുത്തുണ്ടോയില്ല അറിഞ്ഞാൽ പഴയ റോഡ് എന്ത് ചെയ്യും, പഴയ റോഡ് എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ ചോദ്യത്തിന് സ്വഭാവം കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. പഴയ റോഡ് ആരും എടുത്തുണ്ടോയില്ല, അവിടെ കണ്ടാവും. ആ റോഡൊന്ന് ബലപ്പെടുത്തും. അതിന് റീടാറിങ്ങിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. പഴയ റോഡ് നമുക്ക് ഉപയോഗിക്കാം, പുതിയ റോഡും ഉപയോഗിക്കാം. പുതിയ രീതിയിലുള്ള ട്രാഫിക് വരുമ്പോൾ അതുമായി തന്നെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ആവശ്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഇവിടെ വരും. അതുപോലെ തന്നെ ഇവിടുന്ന് ആളുകൾക്ക് അമ്പലത്തിലേക്ക് പോകാനും കയറാൻ വരാനും ഒക്കെ ഉള്ള യാത്രക്കാർ വരുമ്പോൾ അവർക്ക് ബസ് കയറി പോകാനുള്ള ബസ് ഷെൽട്ടർ ഇതിന്റെ ഭാഗമായി തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഈ രാജ്യം മുഴുവൻ കാണുന്ന ഒരു ഐമാറ്റ് ലൈറ്റ് ഉണ്ട് അല്ലേ, അത് അവിടെ ചാർജ് ചെയ്ത ഈ ദൂരം മാത്രമല്ല പെരിന്തൽമണ്ണ വരെ കാണുന്ന അർത്ഥം അതിന്റെ ഭാഗമായിട്ട് വരാൻ പോവാൻ. എന്തായാലും ഈ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ള സന്തോഷത്തിൽ പങ്കാളിയാകാൻ ഞങ്ങളുടെ ജനപ്രതിനിധി എന്ന നിലക്ക് സാധിച്ചതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പാലത്തിനും ഈ റോഡിനും എല്ലാവിധ ഭാവുകങ്ങളും അതുപോലെ തന്നെ ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പാലം ഗതാഗതത്തിന് വേണ്ടി തുറന്നു നൽകിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ചെർപ്പുളശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ KT ജംസിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർഡ് കൗൺസിലർ K സിന്ധു ചടങ്ങിന് നന്ദി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി നാട്ടുകാരും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 4 വോട്ടെണ്ണൽ. പത്രികാ സമർപ്പണം മാർച്ച് 23 വരെയും സൂക്ഷ്മ പരിശോധന മാർച്ച് 24 നടക്കും. മാർച്ച് 26 വരെ പത്രിക പിൻവലിക്കാം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 11 മന്ത്രിമാരും 54 സിറ്റിംഗ് MLA-മാരും പട്ടികയിലുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനമായതോടെ ഷൊർണൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. നാടിന്റെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് തൂതയിലെ പുതിയ സമാന്തര പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഈ മമ്മിക്കുട്ടി MLA നാടമുറിച്ച് പാലം ജനങ്ങൾക്കായി സമർപ്പിച്ചു. ആഘോഷപൂർവമായ ജനകീയ ഉദ്ഘാടനമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ആലിപ്പറമ്പ് MP കൃഷ്ണദാസ് സ്മാരക പൊതുജന വായനശാലയിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. വായനശാലയുടെ വാതിലുകൾ തകർക്കുകയും ഉള്ളിലെ പുസ്തകങ്ങളും ഫർണിച്ചറുകളും അലങ്കോലപ്പെടുത്തുകയും ചെയ്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതിയായ മാനത്തോളത്തിന്റെ ചുവട് പിടിച്ച്
പുളക്കാട്ടുകുറിശി ക്രിസ്തുരാജ ALP സ്കൂളിലെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ദശദിന നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. നീന്തി തുടിക്കാം എന്ന ആശയവുമായി കൊല്ലിയാനിക്കുളത്തിൽ ആരംഭിച്ച പരിശീലന പരിപാടിക്ക് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ N. മോഹനൻ നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതിയുടെ വിജയത്തെ തുടർന്ന് നവതി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ വർഷവും പദ്ധതി തുടരുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ലഘുഭക്ഷണവും പാലും നൽകുന്നത് മണ്ണമ്പറ്റ ക്ഷീരോത്പാദക സംഘമാണ്. പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ നിർവഹിച്ചു. ഈ ഒരു അവധി ദിവസമാണെങ്കിൽ പോലും നിങ്ങളെല്ലാം ഇവിടെ സമ്മേളിച്ചു. കുട്ടികളെ ഇവിടെ എത്തിക്കുകയും ഇതിന്റെ പരിശീലന പരിപാടിക്ക് രക്ഷിതാക്കൾ ഉൾപ്പെടെ താല്പര്യമെടുത്ത് വരികയും ചെയ്തു എന്നതൊക്കെ ഈ പദ്ധതിയെ, പരിപാടിയെ ഈ സമൂഹവും വിദ്യാലയവും നല്ല പോസിറ്റീവായി നോക്കിക്കാണുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ പരിപാടി വിജയകരമാകട്ടെ. പ്രധാനാധ്യാപിക KJ ഗ്രേസി, പരിശീലകൻ N. മോഹനൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ആലിപ്പറമ്പ് MP കൃഷ്ണദാസ് സ്മാരക പൊതുജന വായനശാലയിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. വായനശാലയുടെ വാതിലുകൾ തകർക്കുകയും ഉള്ളിലെ പുസ്തകങ്ങളും ഫർണിച്ചറുകളും അലങ്കോലപ്പെടുത്തുകയും ചെയ്തു. വായനശാല തുറക്കാനെത്തിയപ്പോഴാണ് വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് വായനശാല സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. വായനശാലയുടെ വാതിലുകൾ തകർക്കുകയും ഉള്ളിലെ പുസ്തകങ്ങളും ഫർണിച്ചറുകളും അലങ്കോലപ്പെടുത്തുകയും ചെയ്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പല സൗഹൃദവേദികളും ഇതുപോലെ ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയ അദ്ദേഹത്തിന് തീർച്ചയായും ഒരുപാട് അനുമോദനങ്ങൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിത്വം ഈ പ്രദേശത്ത് ജനിച്ചു വളർന്നു. തീർച്ചയായും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഭക്ഷണം. വായനശാല പ്രസിഡന്റ് VP ഷീന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം VK ജയപ്രകാശ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശോഭന, സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ ബിജുമോൻ പന്തിരിക്കുലം, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ലക്ഷ്മിക്കുട്ടി, ശുകപുരം രാധാകൃഷ്ണൻ, ഗോപൻ എഴക്കാട്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് T. ജയപ്രകാശ്, VA രാജൻ എഴക്കാട്, വായനശാല സെക്രട്ടറി ശങ്കരനാരായണൻ, അജിത് എഴക്കാട് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.